Let's go to next question number 18. See, sodium chloride react with concentrated H2SO4, K2Cr2O7 to give reddish fumes, which react with NaOH to give yellow solution. അപ്പോൾ നമുക്ക് സി കിട്ടും. ബിയും സിയും ആരാണ്? ഇത് നമുക്ക് പറയാം. നമ്മൾ എവിടെ പഠിച്ചെന്ന് ചോദിച്ചാൽ മേ ബി അനലിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് ഓൾസോ ലിറ്റിൽ ബിറ്റ് ഇൻ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് രണ്ടിൽ നമുക്ക് പറയാം. ബെറ്റർ വി ക്യാൻ സേ ദ നെയിം ഫോർ ദിസ് ടെസ്റ്റ് ആസ് ക്രൊമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് അല്ലേ? അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തത് സോൾട്ട് അനാലിസിസിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുത്തു. ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് പൗഡർ K2Cr2O7 പ്ലസ് വി ഹാവ് H2SO4 ഇവർ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തു. അപ്പം നമുക്കിട്ട് കോമ്പൗണ്ട് വി ഹാവ് ഗോട്ട് NaHSO4 പ്ലസ് KHSO4 പ്ലസ് വാട്ടർ. പക്ഷെ ഇതൊന്നും അല്ല അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മെയിൻ പ്രൊഡക്റ്റ് ആരാന്ന് ചോദിച്ചാൽ CrO2Cl2. മക്കളെ, CrO2Cl2 എന്ന് പറയുന്നത് ക്രൊമൈൽ ക്ലോറൈഡ് ആണ്. അയാൾ ഒരു റെഡിഷ് ബ്രൗൺ ഫ്യൂമാണ്. ആൻഡ് അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയോ എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, അപ്പോൾ CrO2Cl2. അപ്പോൾ ആ ഗ്യാസ് പുറത്തേക്ക് വന്നു. നൗ വാട്ട് ദേ ആർ ഡൂയിങ്? ഈ റെഡിഷ് ഫ്യൂംസിനെ അവർ ആരുമായിട്ട് NaOH കടത്തി വിടുകയാണ്. So what will happen to him? So we have CrO2Cl2. It's reacting with ആരുമായിട്ട് NaOH റിയാക്ട് ചെയ്യുന്നു. So whenever it react with NaOH, you are getting sodium chromate. So we have Na2CrO4 plus sodium chloride plus water. മക്കളെ, ഇത് യെല്ലോ കളറാണ്. ഇത് യെല്ലോ കളറാണ്. ശരിക്കും പറഞ്ഞാൽ റിയാക്ഷനോട് തീരുന്നില്ല. റിയാക്ഷൻ വീണ്ടും ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ സോഡിയം ക്രോമേറ്റിനെ അവർ ലെഡ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആരെ കിട്ടും? പെർഫെക്റ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ലെഡ് ക്രോമേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ലെഡ് ക്രോമേറ്റ് അവിടം വരെയാണ് നമ്മൾ ടെസ്റ്റ് പോകുന്നത്. പക്ഷേ നമ്മളിവിടം വരെ പറഞ്ഞിട്ടുള്ളൂ, 2 സ്റ്റെപ്പേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞെന്താ? ആദ്യം അവർ പറയുന്നു NaCl റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ടു ഗീവ് റെഡിഷ് ഫ്യൂംസ്. അതല്ലേ ബി? റെഡിഷ് ഫ്യൂംസ് എന്ന് പറയുന്ന ആരാന്ന് ഞാൻ പറഞ്ഞു? CrO2Cl2 അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനായി വരില്ല. ഓക്കെ, കാരണം ആദ്യത്തെ ആളാണ് നമ്മുടെ CrO2Cl2. അപ്പോൾ ഈ CrO2Cl2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടി? ഇറ്റ്സ് ഓഫ് കോഴ്സ് നമ്മുടെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ 1 അല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇതും അതിൻ്റെ മുകളിലുള്ള ഇതുമാണല്ലോ നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ യുവർ ആൻസർ ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 78. ഓപ്ഷൻ 1 comes as the answer.